മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങൾ ഓരോ ആൾക്കാരും ഓരോ കഥാപാത്രങ്ങളാണല്ലോ ഈ യുധിഷ്ഠിരൻ എല്ലാം പറയുന്ന ആൾക്കാര്. അപ്പൊ ഭീഷ്മർ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്റെ ഭീഷ്മർ പറഞ്ഞാൽ നമ്മുടെ നൈതിക ബ്രഹ്മചര്യത്തിനെ തിരിച്ചു പറയാം. ഒരു മനുഷ്യന്റെ എപ്പോഴും ബ്രഹ്മചര്യം അത്യാവശ്യമാണ്. ഊർജ്ജമുള്ള ശക്തി ആർജിക്കണമെങ്കിൽ, ബലമുണ്ടാവണമെങ്കിൽ, ശരീരത്തിനും മനസ്സിനും അറിവിനും ശക്തി ഉണ്ടാവണമെങ്കിൽ ബ്രഹ്മചര്യം ഒഴിച്ചുകൂടാക്കുക. എത്രത്തോളം ശുക്ല നിയന്ത്രണം വരുമോ അത്രത്തോളം അറിവും പ്രകാശിക്കും, ആയുസ്സും കൂടും, ഡ്യൂട്ടിയും ഉണ്ടാവും. എത്രത്തോളം ശുക്ലം നമ്മുടെ ശരീരത്തിന് വിലയം പോയിക്കൊണ്ട് രക്തം എത്രയാണ് കൂടി 7 രക്തമോ പോകുന്നത് ഒരു സംഭവമില്ല. അപ്പോൾ എത്ര പോയി നമ്മുടെ രക്തം അവിടെ ആലോചിക്കണതൊക്കെ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഓജസ് പോകാതിരിക്കാനാണ് ബ്രഹ്മചര്യമാണ് ഭീഷ്മാചാര്യരുടെ. അത് ബ്രഹ്മചര്യം പറഞ്ഞാൽ സിംഹഗർജനം എന്ന ഒരു നാദം മുഴക്കുന്നവന് ബ്രഹ്മചര്യം ഉണ്ടാവാം. നിങ്ങൾക്കറിയില്ല, ഇവിടെ ഉപദേശം എടുത്ത മക്കൾക്കറിയും. അവിടെ സിംഹഗർജനമുള്ള പ്രാണായാമത്തിലെ അഭ്യാസം തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് ബ്രഹ്മചര്യം തന്നെ വരും. എന്ന് വെച്ചാൽ ശുക്ല നിയന്ത്രണം നടത്തണം കേട്ടോ. നിങ്ങൾ ശുക്ലം പോകാതിരിക്കുക എന്നുള്ളതല്ല കേട്ടോ, മനസ്സിലായോ? നിയന്ത്രണമുണ്ട് ബ്രഹ്മചര്യം. ഭീഷ്മാചാര്യർ അതിനെ കാണിച്ചു തരണം. അയാൾ വെല്ലുവിളിക്കാൻ ആരും സാധിക്കില്ലല്ലോ. പറ്റുമോ? സ്വയം മൃത്യു പിടിക്കാവല്ലേ മഹാഭാരതത്തിൽ? അയാൾ കൊല്ലാൻ പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. സ്വയം ഭരിക്കുകയാണ്. ആ ഒരു പവർ ബ്രഹ്മചര്യത്തിനെ കാണിക്കുന്നതാണ്. അടുത്തത്